ഏവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർട്ടി സിസ്റ്റത്തിലെ രണ്ടാമത്തെ അധ്യായമാണ്. ഇന്ന് ലിബറൽ പാർട്ടിയെ പറ്റിയാണ് നോക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനത്തിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ രണ്ടാമത്തേതാണ് ലിബറൽ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തേത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. അപ്പോൾ ഈ ലിബറൽ പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഉദയം ചെയ്തത് 1859 കാലഘട്ടങ്ങളിലാണ്. മാത്രവുമല്ല, ഇതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് ലോർഡ് ജോൺ റസൽ ആണ്. മാത്രമല്ല, ഇതിൻ്റെ ആശയങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിലെ അഥവാ UK രണ്ട് ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിരുന്നു ലിബറൽ പാർട്ടി, മറ്റൊന്ന് കൺസർവേറ്റീവ് പാർട്ടി ആയിരുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ UK ലിബറൽ പാർട്ടി ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടി ആയിട്ടല്ല അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് ഈ ലിബറൽ പാർട്ടിയിലെ അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കൺസർവേറ്റീവ് അതുപോലെ തന്നെ ലേബർ പാർട്ടികളെ അനുകൂലിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇവരുടെ ആശയങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കൺസർവേറ്റീവ് പാർട്ടി സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സാമൂഹിക സംവിധാനത്തിനാണ് സ്വീകാര്യത കൽപ്പിച്ചിരുന്നത്. എന്നാൽ നേരെ മറിച്ചിട്ട് ഇവരുടെ അവകാശങ്ങൾക്ക് അതുപോലെ തന്നെ ഇവരുടെ നയങ്ങൾക്കും ഒരു സ്വതന്ത്ര പരിവേഷമാണ് നൽകുന്നത്. അതായത് ബ്രിട്ടനിലെ ജനങ്ങളുടെ ഒരു പരിപൂർണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഈ ലിബറൽ പാർട്ടി അറിയപ്പെടുന്നത് തന്നെ. അതായത് മത സ്വാതന്ത്ര്യം അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അതുപോലെ ബ്രിട്ടനിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ വോട്ടവകാശം, മാത്രവുമല്ല ബ്രിട്ടനിലെ അന്തിമവും അതുപോലെ തന്നെ അധികാര പൂർണ്ണവുമായിട്ടുള്ള ഒരു പ്രാതിനിധ്യത്തിന് ഹൗസ് ഓഫ് കോമൺസിനുള്ള അവകാശം എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ പാർട്ടി നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഈ പാർട്ടി, അതായത് ലിബറൽ പാർട്ടി, പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കുകയാണ്, ഈ പാർട്ടി പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത്. അതേസമയം ഈ പാർട്ടി സോഷ്യലിസത്തെ നിരാകരിക്കുമ്പോഴും ഇവർ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ആവശ്യമായിട്ടുള്ള അഴിച്ചുപണികൾ അഥവാ ചേഞ്ചസ് വേണമെന്ന് ഇവർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിബറൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ഒരു സ്വതന്ത്ര ക്ഷേമ രാഷ്ട്രമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാണ്, പാർട്ടി പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി ആയിട്ടാണ് ഈ ലിബറൽ പാർട്ടി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര ക്ഷേമ രാഷ്ട്രമാണ് ലിബറൽ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. മാത്രവുമല്ല, ഇവർ സോഷ്യലിസം നിരാകരിക്കുമ്പോഴും മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ആവശ്യമായ അഴിച്ചുപണികൾ വേണമെന്ന് ഇവർ നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ മതസ്വാതന്ത്ര്യം അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, കൂടാതെ ബ്രിട്ടനിലെ പരിപൂർണമായ ഒരു പ്രാതിനിധ്യത്തിന് ഹൗസ് ഓഫ് കോമൺസിനുള്ള അവകാശം എന്നിവയ്ക്കെല്ലാമാണ് ഈ ലിബറൽ പാർട്ടി പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്വതന്ത്ര ക്ഷേമ രാഷ്ട്രമാണ് ഈ ലിബറൽ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ സ്വതന്ത്ര ക്ഷേമ രാഷ്ട്രം എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തന്നെ എല്ലാ പൗരന്മാർക്കും ഫ്രീഡം അഥവാ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ എല്ലാ പൗരന്മാർക്കും പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമ്പത്ത്, അതുപോലെ സുരക്ഷിതത്വം എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ലിബറൽ പാർട്ടി വാദിക്കുന്നത് തന്നെ. മാത്രവുമല്ല, സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഭരണത്തിലോ അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ഭരണ വ്യവസ്ഥിതിയിലോ ഈ ലിബറൽ പാർട്ടിയിലെ അംഗങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. എന്തായാലും 1988 മാർച്ച് 2 അതായത് നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷം ഈ പാർട്ടി ഡിസോൾവ്ഡ് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിബറൽ പാർട്ടിയെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്.